എല്ലാവർക്കും ഫിൽഫിൽ കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അറബി നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഫലാഫിലാണ്. അപ്പോൾ ആ ഫലാഫിൽ എങ്ങനെയാണ് ചെടുക്കുന്നത്, എങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആളുകളും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാൻ ഫലാഫിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ഒരു ഫൂല് ആണിത്. ഫൂലിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഫൂല് എന്ന് പറഞ്ഞാൽ ഒരു ഫവ ബീൻസാണ്. ആ ബീൻസിൻ്റെ ഒരു പരിപ്പാണത്. അപ്പോൾ അതിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട മറ്റ് തിങ്സുകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. സാൾട്ട്, അതേപോലെ നല്ല ജീരകം, ഗാർലിക്ക്, മല്ലിയില, അതേപോലെ കൊത്തമല്ലി. പിന്നെ വേണ്ടത് നമുക്ക് ഈ ഇലയാണ്, അതായത് kurratth എന്ന് പറയും ഇതിന്. ഇത് അറബ് നാട്ടിലൊക്കെ ലഭിക്കുന്ന ഒരു ഇലയാണ്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടും ഇതിവിടെ ലഭിക്കുന്ന ഒരു ഇല kurratth എന്ന് പറയും. ഇത് ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇനി സ്പ്രിംഗ് ഓണിയൻ ചേർക്കാവുന്നതാണ്, അതേപോലെ പാർസ്ലി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ മറ്റുള്ള എല്ലാ തിങ്സുകളും കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ നേരത്തെ കുതിർത്ത് വെച്ച പരിപ്പ് സ്റ്റൈനറിലേക്ക് മാറ്റി അതിനുശേഷം നല്ലതുപോലെ അതിലുള്ള വെള്ളമെല്ലാം പോയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഈ മറ്റ് തിങ്സുകളെല്ലാം ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. ഇത് ഒരു 12 കിലോ ഫൂലുണ്ട്. അതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു 1/2 കിലോ ഗാർലിക്ക്, ഒരു 750 ഗ്രാം സാൾട്ട്, അതേപോലെ മല്ലി ഒരു 100 ഗ്രാം മല്ലി, അതായത് മല്ലിയില, ഒരു 50 ഗ്രാം മല്ലി, കൊത്തമല്ലി, ഒരു 50 ഗ്രാം നല്ല ജീരകം. അതേപോലെ ഒരു 1.5 കിലോയിലും kurrathൻ്റെ ഈ ലീഫ് വരും. അപ്പോൾ അതുകൂടി ചേർത്തിട്ടാണ് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് നമ്മളിതൊന്ന് ഡ്രൈ ആയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് സാൾട്ട് കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സാൾട്ട് ചേർത്തു. മൊത്തത്തിൽ അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഡ്രൈ ആയിട്ട് അരച്ചെടുക്കണം. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിനി അരച്ചെടുക്കാനുള്ള മെഷീനാണിത്. ഈ മെഷീൻ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഈ ഫലാഫിൽ അരയ്ക്കാനുള്ള. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഒരു തവണ അരച്ചതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെയാണ് ഇത് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പം വളരെ എളുപ്പത്തിലാണ്, നിങ്ങൾ കാണുന്നത് പോലെ തന്നെ വളരെ എളുപ്പമാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ അറബ് നാട്ടിലുള്ള എന്താ പറയുക ഒറിജിനൽ ഫലാഫിൽ എന്ന് പറയുന്നതിൻ്റെ
മിക്സിങ് ഇതാണ്. അപ്പോൾ അരച്ച് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് വെള്ളം അതിൽ ചേർത്തൊന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് അരച്ച് നമുക്കൊരു അത് ഓരോ പാത്രങ്ങളാക്കി മാറ്റി അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ഇത് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്യല്ല വേണ്ടത്, ഇതിലേക്ക് ഇനിയും വേറെ തിങ്സുകൾ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഫലാഫിൽ അരയ്ക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫലാഫിൽ ഫ്രൈ ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആളുകളും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം.